Good morning, all. Today we are going to start our new module, branch accounts. Branch accounts simply means accounts showing transactions between head office and branches. അപ്പോൾ നമുക്കറിയാം പല ഓഫീസുകൾക്ക് എന്താണ് ഒരു ഹെഡ് ഓഫീസും അതേപോലെ ഡിസ്റ്റൻസ് ആയിട്ട് പല സ്ഥലങ്ങളിലും ബ്രാഞ്ച് ഓഫീസസൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്, അവർ തമ്മിലുള്ള പേയ്മെൻറ്റ്സ് അതൊക്കെ കാണിക്കുന്ന അക്കൗണ്ട്സ് ആണ് എന്ത് ബ്രാഞ്ച് അക്കൗണ്ട്സ്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ രണ്ട് രീതിയിൽ കാണിക്കാം നമുക്ക് ട്രാൻസാക്ഷൻസ്. ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച് എയ്തർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ അറ്റ് സെല്ലിംഗ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിന് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയും. ഇങ്ങനെ ഗുഡ്സൊക്കെ സെൻഡ് ചെയ്യുമ്പോൾ അതൊന്നുകിൽ എന്ത് ചെയ്യാം, കോസ്റ്റ് പ്രൈസിൽ, അതായത് പ്രോഫിറ്റ് മാർജിനൊന്നും കാണിക്കാതെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രൈസ് ഇട്ടിട്ട്, അതായത് കോസ്റ്റിൻ്റെ കൂടെ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടും ചെയ്യാം. അതിനെയാണ് സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ദി ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് ടു ദി ഹെഡ് ഓഫീസ്. ഹിയർ കോസ്റ്റ് പ്രൈസ് മീൻസ് purchase price plus any purchase expenses incurred on the goods. No profit is added to the price. അപ്പം കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ ഹെഡ് ഓഫീസിന് എത്രയാണോ കോസ്റ്റ് വന്നിട്ടുള്ളത് ആ ഒരു കോസ്റ്റ് പ്രൈസിൽ തന്നെയാണ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവിടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് പർച്ചേസ് പ്രൈസ്, കോസ്റ്റ് പ്രൈസ് പ്ലസ് എനി പർച്ചേസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദി ഗുഡ്സ്. അപ്പോൾ പർച്ചേസ് പ്രൈസ് പ്ലസ് എനി പർച്ചേസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദി ഗുഡ്സ് ആണ് എന്ത് കോസ്റ്റ് പ്രൈസ്. ദർ ഈസ് നോ പ്രോഫിറ്റ് ആഡഡ് ടു ദി പ്രൈസ്. അപ്പോൾ അതിൽ നമുക്ക് ഇനിയിപ്പോൾ ജേണൽ എൻട്രീസ്, അതായത് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ വരുന്ന ബ്രാഞ്ച് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജേണൽ എൻട്രീസ് ഇൻ ദി ബുക്സ് ഓഫ് ഹെഡ് ഓഫീസ്. ഫസ്റ്റ് വൺ, ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസറ്റ്സ്. ഇങ്ങനത്തെ പിന്നെ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ് അതുപോലത്തതിൻ്റെയൊക്കെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാനുള്ള എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ടു ബ്രാഞ്ച് അതർ അസറ്റ്സ്. ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാനുള്ള ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യേണ്ടത്. എന്താണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക്, ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, അങ്ങനെ. പിന്നെ ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലാബിലിറ്റീസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ച് ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലാബിലിറ്റീസ് കാണിക്കാനും. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച്. പിന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രീസ് വരുന്നത്. നെക്സ്റ്റ് ഫിഫ്ത്ത് എൻട്രി, വെൻ ഹെഡ് ഓഫീസ് മീറ്റ്സ് ബ്രാഞ്ച് എക്സ്പെൻസസ് ഓർ സെൻഡ്സ് ക്യാഷ് ടു ദി ബ്രാഞ്ച് ടു മീറ്റ് എക്സ്പെൻസസ് ലൈക്ക് സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ്. അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്, അതായത് ഇവിടെ ഹെഡ് ഓഫീസിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച് ഇൻ റെസ്പെക്റ്റ് ഓഫ് ക്യാഷ് സെയിൽസ് ഓർ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ഇൻക്ലൂഡിങ് ഡയറക്റ്റ് ഫ്രം ഡെറ്റേഴ്സ്. അപ്പോൾ അങ്ങനെ ക്യാഷ് കിട്ടുമ്പം ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ഹെഡ് ഓഫീസിന് കിട്ടുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണമല്ലോ. നെക്സ്റ്റ്, ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ് ലൈക്ക് സ്റ്റോക്സ് എക്സെട്ര. അപ്പം നേരത്തെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻട്രിയാണ് എന്തിന് കൊടുക്കുക, ക്ലോസിംഗ് ബാലൻസസിന് കൊടുക്കുക. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇങ്ങനെയാണ് എൻട്രി വരിക. പിന്നെ ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസസ് ഓഫ് ബ്രാഞ്ച് ലാബിലിറ്റീസ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലാബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ. നമ്മൾ നേരത്തെ ഓപ്പണിംഗ് ബാലൻസസിൻ്റെ ലാബിലിറ്റീസ് കാണിച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ക്ലോസിംഗ് ബാലൻസസ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദി ബ്രാഞ്ച്. ലാസ്റ്റ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ്, അതായത് ക്രെഡിറ്റിലാണ് കൂടുതലെങ്കിൽ അത് പ്രോഫിറ്റാണ്, ഡെബിറ്റിലാണ് കൂടുതലെങ്കിൽ അത് ലോസാണ്. അങ്ങനെ ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുള്ള എൻട്രിയാണ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആ ഒരു ഡിഫറൻസ് എഴുതും. അപ്പോൾ ആ ഡെബിറ്റും ക്രെഡിറ്റും ടാലി ആവും. നെക്സ്റ്റ്, ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ആണ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്.
അപ്പോൾ ഇത്രയും എൻട്രീസാണ് വരിക. എൻട്രീസ് ശ്രദ്ധിച്ച് അതായത് പുതിയ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ടൈപ്പ് എൻട്രീസാണ്. അത് ബ്രാഞ്ച് അക്കൗണ്ട്, സെപ്പറേറ്റ് ഒരു അക്കൗണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു എൻട്രീസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഒരു സ്പെസിമെൻ മോഡൽ എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെ വരും എന്നുള്ളതാണ്. ഡെബിറ്റ് സൈഡിൽ ഫസ്റ്റ് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ, അതായത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കാൻ കൊടുത്ത എൻട്രീസാണ്. അതിൽ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ വരും. പിന്നെ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, പിന്നെ ടു ബാങ്ക്, അതായത് റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ്. പിന്നെ ബൈ ബാലൻസ്, പിന്നെ ഫസ്റ്റ് എന്ത് വരും, നമ്മൾ പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റീസ് വരും ബൈ ബാലൻസ്. പിന്നെ ബൈ ബാങ്ക്, റെമിറ്റൻസ് ടു എച്ച് ഹെഡ് ഓഫീസിന് കിട്ടുന്ന റെമിറ്റൻസ്. പിന്നെ ബൈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, റിട്ടേൺഡ് ബൈ ബ്രാഞ്ച്. പിന്നെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് വരും, അതായത് അസറ്റ്സിൻ്റെയൊക്കെ ക്ലോസിംഗ് ബാലൻസ് വരും. പിന്നെ ടു ബാലൻസ് ക്യാരി ഡൗൺ, പിന്നെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലാബിലിറ്റീസ് വരുന്നുണ്ട്. പിന്നെ ഫിക്സഡ് അസറ്റ്സ്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, അത് നമ്മൾ നേരത്തെ ക്ലോസിംഗ് ബാലൻസസ് ഓഫ് അസറ്റ്സ്. പിന്നെ ബൈ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ വരും, പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇത്ര വരും. ഇതിപ്പോൾ ഒന്നുമില്ല, നമ്മൾ ആ ജേണൽ എൻട്രീസിൽ എഴുതിയ എൻട്രീസ് ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് പിന്നെ ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ടു വരുന്നതാണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ, അല്ലെങ്കിൽ ബൈ വരുന്നതാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. അത്രമാത്രം നമ്മൾ നേരത്തെയൊക്കെ ചെയ്ത പോലെ തന്നെ എഴുതി ജേണൽ എൻട്രീസ് അക്കൗണ്ടിലേക്ക് പാസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതിൽ വരുന്ന ഡിഫറൻസ്, ഏത് ഭാഗത്താണോ ഡിഫറൻസ് വരുന്നത് അതിനനുസരിച്ച് ക്രെഡിറ്റിലോ ഡെബിറ്റിലോ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡിഫറൻസും കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലെന്താണ്, ട്രാൻസാക്ഷൻസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ദി ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് വിൽ ബി റെക്കോർഡ് അണ്ടർ ദ സിസ്റ്റം. അതായത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാഞ്ചും ഹെഡ് ഓഫീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ അവരും പിന്നെ പുറത്ത് സാധനങ്ങൾ സെയിൽ ചെയ്യുന്നതോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതോ ഒന്നും ഈ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരില്ല. ഗുഡ്സ് സോൾഡ് ബൈ ദി ബ്രാഞ്ച്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച്, ഡെറ്റേഴ്സ് ടു ദി ബ്രാഞ്ച്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ബൈ ബ്രാഞ്ച്, ഡിസ്കൗണ്ട് അലൗഡ് ടു ദം, ബാഡ് ഡെറ്റ്സ് എറ്റ്സെട്ര വിൽ നോട്ട് അപ്പിയർ ഇൻ ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ബൈ ദി ഹെഡ് ഓഫീസ് ആസ് ദേ ആർ നോട്ട് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ്. നമ്മൾ ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് കീപ്പ് ചെയ്യുന്ന ബ്രാഞ്ച് അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിലൊരിക്കലും ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് റിലേഷനിലില്ലാത്ത ട്രാൻസാക്ഷൻസ് ഒന്നും വരില്ല. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. മമത ട്രേഡേഴ്സ് ഓഫ് കേരള ഹാവ് എ ബ്രാഞ്ച് അറ്റ് കണ്ണൂർ. ദ ഫോളോയിങ് ആർ ദ ട്രാൻസാക്ഷൻസ് at the year ended 31st March 2020. Opening balance 1st April 2019 amount, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ്, അതിൻ്റെ ഒക്കെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000. പിന്നെ ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷ് 5,000, 6,000 and 5,000. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച് ഫ്രം ക്യാഷ് സെയിൽസ് 1,50,000. Cash received from debtors 1,20,000. Closing balances, stock 25,000, debtors 20,000, petty cash 1,000. Prepare journal entries and branch account in head office books. Head office in the books journal entries അതേപോലെ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് എൻട്രി നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കണം അല്ലേ. അപ്പോൾ എന്താണ്, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ്, ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്, അതിൻ്റെയൊക്കെ എമൗണ്ട് കൊടുക്കുക. അതാണ് ഫസ്റ്റ് എൻട്രി വരിക, ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെതാണ്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000. പിന്നെ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, ക്യാഷ് സെൻഡ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ്. അതിങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണമെന്നില്ല, ഈ എക്സ്പെൻസസ് ഒക്കെ കൂടെ ടോട്ടൽ ചെയ്തിട്ട് എഴുതിയാൽ മതി. 16,000 കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക്, അതായത് ഹെഡ് ഓഫീസിൻ്റെ റെമിറ്റൻസ്, ബ്രാഞ്ചിനുള്ള റെമിറ്റൻസിൻ്റെ എമൗണ്ടാണ്. ക്യാഷ് പോകുന്നതുകൊണ്ടിട്ടാണ് ബാങ്ക് നമ്മൾ ക്രെഡിറ്റിൽ കൊടുക്കുന്നത്.
നെക്സ്റ്റ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്, അതായത് ഹെഡ് ഓഫീസിന് കിട്ടുന്ന റെമിറ്റൻസ്, ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് അടയ്ക്കുന്ന പൈസയാണ്. അത് 2,70,000 ടോട്ടൽ വരുന്നുണ്ട്. അത് കാണിക്കുക. ക്യാഷ് സെയിൽസും കളക്ഷൻ ഫ്രം ഡെറ്റേഴ്സും ആണ് അതിൽ വരുന്നത്. പിന്നെ നമ്മൾ ക്ലോസിംഗ് ബാലൻസസ്, അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസസ് കാണിക്കാനുള്ളതാണ്. അതിൻ്റെ എൻട്രി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്, ടോട്ടൽ 46,000 വരും. പിന്നെന്താണ്, നമ്മൾ ഇത്രയും വെച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ട്, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു 31 മാർച്ചിലെ ഈ ഒരു ക്ലോസിംഗ് ബാലൻസ് വരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അതായത് ഇപ്പം ബാങ്ക് അക്കൗണ്ട് ഡെറ്റ് ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആണെങ്കിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് 2,70,000 വരിക. ഇനിയിപ്പം കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ബാങ്ക് എന്നാണെങ്കിൽ അതിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ എമൗണ്ട് വരിക. ആ രീതിയിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിന് ഡിഫറൻസ് നോക്കുക, ഡെബിറ്റും ക്രെഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നുള്ളത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് എന്ത്, 58,000. ഇവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റ് ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 58,000 കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് എന്ത് വരിക, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ടു ബാലൻസ് ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് ഒക്കെ വരും. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 1,50,000. പിന്നെ എക്സ്പെൻസസിൽ ബാങ്ക് 5,000, 6,000, 5,000, 16,000 ടോട്ടൽ വരും. പിന്നെ ബൈ ബാങ്ക് റെമിറ്റൻസ്, ക്യാഷ് സെയിൽസ്, ക്യാഷ് റിസീവ്സ്, പിന്നെ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് 25,000, 20,000, 1,000 ഇത്രയും ക്ലോസിംഗ് സ്റ്റോക്ക് വരും. ഇത്രയാണ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ വരിക. ഡിഫറൻസ് ആണ് എന്ത്, 58,000. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മിസ്സിംഗ് ഫിഗേഴ്സ് ഒന്നുമില്ല. ഇൻ കേസ് മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ടു എസർട്ടൈൻ മിസ്സിംഗ് ഫിഗർ റിലേറ്റിംഗ് ടു സ്റ്റോക്ക് ഓർ ഡെറ്റേഴ്സ്, മെമ്മോറാണ്ടം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആൻഡ് മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് മേ ബി പ്രിപ്പയർഡ്. അതായത് നമുക്ക് ഏതെങ്കിലും എമൗണ്ട് മിസ്സിംഗ് ആണെങ്കിൽ അത് കണ്ടെത്തേണ്ടി വരികയാണെങ്കിൽ, അത് സ്റ്റോക്കും ഡെറ്റേഴ്സിലൊക്കെ എമൗണ്ട് മിസ്സിംഗ് ആയിട്ട് വരികയാണെങ്കിൽ മെമ്മോറാണ്ടം ബ്രാഞ്ച് അക്കൗണ്ടും മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് അത് കണ്ടെത്തുക. ഫ്യൂച്ചർ ക്വസ്റ്റ്യൻസിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക്കായിട്ട് പിന്നെ ബ്രാഞ്ച് അക്കൗണ്ട്സിൽ വരുന്ന ജേണൽ എൻട്രീസും ബ്രാഞ്ച് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും. നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് മെത്തേഡാണ്, പ്രോഫിറ്റ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല.